ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടുകാട്, തിരുവനന്തപുരത്തിൻ്റെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് ദേവൂസ് ദേവാലയത്തിൻ്റെ മുൻവശത്താണ്. ഇവിടെ തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വരുന്ന വെള്ളിയാഴ്ച 15-ാം തീയതി ഈ പള്ളി തിരുനാൾ കൊടിയേറുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ പന്തൽ, ക്രിസ്തുരാജൻ്റെ സന്നിധിയിൽ പന്തലൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. സ്റ്റേജ്, അവിടെ ദിവ്യബലിയുടെയൊക്കെ സ്റ്റേജുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ബുക്ക് സ്റ്റോളുകളും കടകളുമൊക്കെ ഒരുപാട് എത്തിക്കഴിഞ്ഞു. പൂപ്പന്തലുകളെല്ലാം എത്തിക്കട്ടു. തിരുനാളിന് മുന്നോടിയായി നമ്മുടെ ഈ പള്ളിയുടെ താഴത്തായിട്ടൊരു പുതിയ ചാപ്പൽ ഉദ്ഘാടനം ചെയ്തു. അപ്പം അത് വളരെ മനോഹരമായിരിക്കുകയാണ്. ഈ ചാപ്പൽ വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചാപ്പൽ കാണാൻ വേണ്ടി നമുക്ക് പോവാം. പള്ളിയുടെ അടിഭാഗത്താണ് നമ്മൾ അഡറേഷൻ ചാപ്പലിൻ്റെ അകത്തോട്ട് പോവുകയാണ്. മ്യൂസിയം പോലെ എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. പള്ളിയുടെ താഴെ ഭാഗത്ത് മിക്കവാറും എല്ലാ ഏരിയയിലും ഒരുപാട് പിക്ചേഴ്സും സ്റ്റാച്യൂസ്, അങ്ങനെ ഇതിലുള്ള സാധനങ്ങൾ. ഇത് ഒരു കൊച്ചു ദേവാലയം പോലെ ഇതിനകത്തുണ്ട്. ഒരു ചാപ്പലാണ്, ചെറിയൊരു ചാപ്പൽ. ഒരു 200 പേർക്ക് ഒരു ദിവ്യബലി അർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ, പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ നന്നായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. സീലിംഗ് ഭാഗമൊക്കെയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദിവ്യകാരുണ്യ ചാപ്പൽ. ഇനി നമ്മൾ ചാപ്പലിനകത്തോട്ട് കയറുകയാണ്. ഇത് ചാപ്പലിൻ്റെ ഡോറാണ്. അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോ, ഏകാഗ്രതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ചാപ്പലാണ്. നിശബ്ദതയിൽ ദൈവത്തെ മുഖാമുഖം കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. കാനായിലെ കല്യാണ പ്രതീകമായിട്ടാണ് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്റ്റാച്യു. വളരെ നന്നായിരിക്കുന്നു. മോസസ്, ഇത് പഴയ പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടും ക്രിസ്തുരാജൻ്റെ സ്റ്റാച്യൂസാണ്. ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്യു.